ഓണത്തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞു നമ്മളെല്ലാവരും. സംസ്ഥാന തല ഓണം വാരാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. തലസ്ഥാനത്ത് 35 വേദികളിലായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ശോഭനയുടെ നൃത്ത പരിപാടിയും അരങ്ങേറും. ഓഗസ്റ്റ് 30-ന് 2000-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. സ്വാന്തന സാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാന്തന, ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ഓണം. നമ്മൾ ഓണം മൂഡിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഞായറാഴ്ച കൂടിയാണ്. ഒരുപാട് പേര് ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ പോകുന്ന ദിവസമാണ്. ഷോപ്പിംഗ് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലെത്തുന്ന ദിവസമാണ്. എന്താണ് ഏറ്റവും തരാൻ കഴിയുന്ന വിവരങ്ങൾ? ആശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം ഓണം വന്നാലും വിഷു വന്നാലും ഒക്കെ നമ്മൾ ആദ്യം എത്തുന്നത് മിക്കവാറും ഈ ക്ഷേത്രത്തിലേക്കായിരിക്കും. ഇവിടെ ഒരു ദർശനമൊക്കെ കഴിഞ്ഞ് ഈ പരിസരത്തൊക്കെ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി പോകുമ്പോഴാണ് നമുക്ക് ആ ഷോപ്പിംഗ് ഒക്കെ നടത്തി എന്നുള്ള ഒരു എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അശ്വതി തിരുവനന്തപുരംകാരി ആയതുകൊണ്ട് അത് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല എന്ന് എനിക്കറിയാം. പിന്നെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് കാണാം, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. രാവിലെ ക്ഷേത്രത്തിൽ അത്യാവശ്യം തിരക്കൊക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അശ്വതി, ഇവിടെ രാവിലെ തന്നെ വഴിയോര കടകളൊക്കെ സജീവമായി തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ അശ്വതി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണത്തിന് മുൻപുള്ള ഞായറാഴ്ചയാണ്. ഇനിയിപ്പോൾ 2 ദിവസം മാത്രമേ ഉള്ളൂ ഓണത്തിലേക്ക് എത്തുവാൻ വേണ്ടി. പൂരാടവും ഉത്രാടവും ഇന്നിപ്പോൾ മൂലം നാളാണ്. അപ്പോൾ പൂരാടവും ഉത്രാടവും എന്ന് പറയുന്നത് ഉത്രാടത്തിന് സ്വാഭാവികമായിട്ടും ഉത്രാടപ്പാച്ചിലിന്റെ ഒരു തിരക്കുണ്ടാകും. പക്ഷേ ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഇന്നിപ്പോൾ ഞായറാഴ്ച സാധനങ്ങളൊക്കെ വാങ്ങി ഷോപ്പിംഗ് ഒക്കെ നടത്തി ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഓണത്തിന് വലിയ തിരക്കില്ലാതെ കാര്യങ്ങൾ പോകും. പല ആളുകൾക്കും ജോലിയുള്ളവർക്കൊന്നും ഇപ്പോൾ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായി അങ്ങനെ ഒരു ഷോപ്പിങ്ങിനൊന്നും ഇറങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിന്റെ ഒരു തിരക്ക് എന്തായാലും ഇന്ന് നഗരത്തിലുടനീളം ഉണ്ടാകും. നഗരത്തിൽ മാത്രമല്ല എല്ലായിടത്തും ആ ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കാണാം, ഇങ്ങോട്ടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ വഴിയോര കടകളൊക്കെ രാവിലെ തന്നെ സജീവമായി തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ സ്ഥിരമായുള്ള കടകളാണ്. ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ നോക്കിയാൽ കാണാം, ഇന്നലെ രാത്രി ചെറിയ മഴയൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ മൂടി ഒക്കെ ഇട്ടിരിക്കുകയാണ് വഴിയോര കച്ചവടക്കാരൊക്കെ. അപ്പം അത്തരം പിന്നെ കടകളും ഒക്കെ തന്നെ രാവിലെ മുതൽക്ക് തന്നെ സജീവമായിട്ടുണ്ട്. പിന്നെ ഓണം വാരാഘോഷം അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോൾ നാളെയാണ് നടക്കാനിരിക്കുക. നാളെ മുഖ്യമന്ത്രിയാണ് വൈകുന്നേരത്തോടുകൂടി ഈ ഒരു സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം ചടങ്ങ് നിർവഹിക്കുന്നത്. പ്രധാന അതിഥിയായി എത്തുന്നത്, മുഖ്യ അതിഥിയായി എത്തുന്നത് നടൻ കുഞ്ചാക്കോ ബോബനാണ്. അതുപോലെ തന്നെ നർത്തകിയും നടിയും ഒക്കെ ആയിട്ടുള്ള ശോഭനയുടെ നൃത്ത പരിപാടി എന്തായാലും നാളെ അരങ്ങേറാനിരിക്കുകയാണ്. അങ്ങനെ 35 വേദികളിലായിട്ട് വിപുലമായ പരിപാടിയാണ് തലസ്ഥാനത്ത് ഈ ഓണത്തിന്റെ ഭാഗമായി എന്തായാലും ഒരുങ്ങുന്നത്. അപ്പോൾ അത്തരം ഒരു തിരക്കുകളിലേക്ക് ഒരുക്കങ്ങളിലേക്കൊക്കെ പോകുകയാണ്. ഇവിടെ നഗരമാകെ ലൈറ്റൊക്കെ ഇട്ട് ആകെ വർണ്ണാഭമായ കാഴ്ചയാണ് നമുക്ക് എല്ലായിടത്തും കാണാനുള്ള. ചേട്ടാ, ഇവിടെയുള്ള ആളാണോ? അല്ല, ഓണമൊക്കെ എത്തിയോ? ഷോപ്പിങ്ങിന് വണ്ടിയൊക്കെ ഓട്ടോ ഉണ്ടോ? ശരി, നമുക്ക് ഇതാ കാണാം, ആളുകളെയൊക്കെ കാണാം. രാവിലെ തന്നെ ചേട്ടൻ ഇവിടെ വണ്ടി ഓടാൻ വേണ്ടി എത്തിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓണത്തിരക്കിന്റെ ഓട്ടോ ഒക്കെ കിട്ടാൻ വേണ്ടി ആളുകൾ വന്നാണ്. ഇതാ പൂക്കടയിലൊക്കെ വലിയ തിരക്കുണ്ട്. അങ്ങനെ ഓണം ഇങ്ങനെ സജീവമായി മുന്നോട്ടേക്ക് പോവാണ്. അശ്വതി, ഇപ്പോൾ അത്ര രാവിലെ ആയതുകൊണ്ടാണ്. കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു തിരക്ക്, വലിയ തിരക്കിലേക്ക് നഗരം പോകും. എന്തായാലും ഇപ്പോൾ ഓണം വാരാഘോഷത്തിന്റെ തിരക്ക്, ഓണത്തിന്റെ ഷോപ്പിങ്ങിന്റെ തിരക്കിലേക്കൊക്കെ തന്നെയും ആളുകളും കടന്നിരിക്കുകയാണ്. അശ്വതി, അതാണ് അവിടെ നഗരത്തിലെങ്ങും ഓണത്തിരക്കാണ് കാണുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരങ്ങൾ ഇന്നത്തെ വൈകുന്നേരം ഒന്നും അവിടെ ഇറങ്ങി നിൽക്കാൻ പോലും പറ്റാത്ത പോലെ വലിയ തിരക്കാകുമെന്ന് ഉറപ്പാണ്. ലൈറ്റ് കാണാനെന്നൊരു ചടങ്ങ് തന്നെ അവിടെയുണ്ട്. നഗരം മുഴുവൻ അലങ്കരിക്കുന്ന ആ ലൈറ്റ് കാണാനായി ബന്ധുക്കളൊക്കെ, അങ്ങോട്ടേക്ക് എത്തുന്ന ബന്ധുക്കളും ഒക്കെ ആയി ആളുകൾ അങ്ങനെ പോകും. അങ്ങനെ നമ്മൾ ഓണത്തിന്റെ ഒരു പീക്ക് മൊമെന്റിൽ എത്തി നിൽക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ ഓണമായി. സ്വാന്തന സ്വാജുവാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.